ആലപ്പുഴ എസ്.ടി. കോളേജിൽ ധീരജ് എന്ന പേരിൽ ആരംഭിച്ച യൂണിറ്റിന്റെ ഉദ്ഘാടനം എച്ച്.സലാം എം.എൽ.എ. നിർവഹിച്ചു. ആലപ്പുഴ എസ്.ടി. കോളേജിൽ ധീരജ് എന്ന പേരിൽ ആരംഭിച്ച യൂണിറ്റിന്റെ ഉദ്ഘാടനം എച്ച്.സലാം എം.എൽ.എ. നിർവഹിച്ചു. യൂണിയൻ ചെയർമാൻ കുര്യൻ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര താരം സിറാജുദ്ദീൻ നാസർ വിശിഷ്ടാതിഥിയായി. നോവലിസ്റ്റ് അഖിൽ പി ധർമ്മജൻ ആർട്സ് ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എസ് രാജേഷ് കുമാർ, യൂണിയൻ സ്റ്റാഫ് അഡ്വൈസർ ജെജിത്, യൂണിയൻ വൈസ് ചെയർപേഴ്സൺ സുനിജ എന്നിവർ സംസാരിച്ചു. സ്വാംശീകരിക്കപ്പെട്ട അറിവും തിരിച്ചറിവുകളും ഇവിടെ നിന്ന് ആർജിക്കാൻ കഴിഞ്ഞ രാഷ്ട്രീയമായ പാഠങ്ങളും അതെല്ലാം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതുപോലെ വേദിയിൽ സംസാരിക്കാൻ, പ്രയാസം കൂടാതെ സംസാരിക്കാൻ എന്നെ പോലെ പറ്റുന്നത് ഈ ക്യാമ്പസിലെ പ്രസംഗമാണ്. ഞാൻ പ്രീ ഡിഗ്രി ഉള്ള സമയത്ത് പ്രീ ഡിഗ്രിക്ക് കൂടിയാണ് പഠിച്ചത്. അപ്പോൾ ഈ കോളേജിലെ എല്ലാ ക്ലാസ് മുറിയിലും ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. മൈക്കില്ലാതെയാണ് പ്രസംഗിക്കുന്നത്, പക്ഷെ എല്ലാ ക്ലാസ് മുറിയിലും പ്രസംഗിച്ചിട്ടുണ്ട്. ആ സമയത്ത് പ്രസംഗത്തിന് മുമ്പ് പ്രീ ഡിഗ്രിയൊക്കെ ആകുമ്പോൾ ഒരുപാട് നമ്പറുണ്ട് ഒരു ക്ലാസ്സിൽ തന്നെ, കുട്ടികൾ കൂടുതലാണ്. പിന്നെ പ്രസംഗം ബോറാണെങ്കിൽ അലമ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആദ്യം പാട്ട് പാടിക്കും. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് മുമ്പേ പാട്ട് പാടിക്കൊണ്ടിരുന്ന ഒരാൾ സുധീപ് കുമാറാണ്. സിനിമാ പിന്നണി ഗായകനായ സുധീപ് കുമാറാണ് അന്നത്തെ ഈ ക്യാമ്പസിലെ പ്രധാനപ്പെട്ട പാട്ടുകാരനാണ്. അദ്ദേഹം കോളേജ് യൂണിയന്റെ ഭാരവാഹിയൊക്കെ ആയിരുന്നു. ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ ഏത് നിലയിലേക്ക് എത്തിയാലും എത്ര വർഷം കഴിഞ്ഞാലും നിങ്ങളുടെ ഒരു ടോട്ടലായ ജീവിതത്തിലെ ഒരു പ്രധാന പാർട്ടാണ് ക്യാമ്പസ് ജീവിതം എന്നുള്ളത്. എല്ലാവർക്കും അങ്ങനെയാണ്, നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് ഭാവിയിൽ വരാൻ പോകുന്നൊരു കാര്യം. അതുകൊണ്ട് ആ ക്യാമ്പസ് ജീവിതത്തെ മനോഹരമാക്കുക എന്നുള്ളത് ക്യാമ്പസിൽ ജീവിക്കുമ്പോഴേ പറ്റൂ. നിങ്ങളെങ്ങനെ മനോഹരമാക്കുന്നവരാണ് എന്ന് തന്നെ എനിക്കറിയാം. എന്നിരുന്നാലും ഞാൻ നിങ്ങളോട് പറയുന്നു മാത്രമേ ഉള്ളൂ. ഒരു സമൂഹത്തിന്റെ ദിശയെ നിർണ്ണയിക്കാൻ ഉള്ള കരുത്തുള്ളതാണ് ക്യാമ്പസുകൾ. എല്ലാ കാലത്തും അങ്ങനെയാണ്. കാലമൊക്കെ മാറും, കാലത്തിന്റെ മാറ്റത്തെ ഒരുപാട് മാറുന്ന സ്വഭാവം കാലത്തിന് വരും. ഇതൊക്കെ വ്യത്യാസം ഉണ്ടാവും. ശാസ്ത്രത്തിന്റെ വളർച്ച അതിവേഗതയിൽ പോകുന്നൊരു കാലമാണ്. ആ ശാസ്ത്ര വളർച്ചയുടെ ഭാഗമായി ടെക്നോളജിയൊക്കെ മാറും. ആ സാങ്കേതിക വിദ്യ നമ്മുടെ സാധാരണ ലൈഫിലേക്ക് വരും. ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്.